എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് ഒരു വ്ളോഗുമായിട്ട്. അപ്പോൾ മൊത്തത്തിൽ മഴയാണ്, മഴ പെയ്ത് തോർന്നൊരു സമയമാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസത്തിന് ശേഷം സഞ്ജുവേട്ടൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് പ്ലാനും പദ്ധതിയും. പിന്നെ ഒരു ഹെൽമെറ്റൊക്കെ വാങ്ങിക്കാറുണ്ട് എനിക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. മഴ തോർന്നൊരു സമയത്ത് ഞങ്ങൾ വീട്ടിൽ സ്കൂട്ടി എടുത്തിട്ടാണ് മഴ വീടിന് മുമ്പ് എവിടെയെങ്കിലും എത്തിപ്പെടണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേൾക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. മാഷിനെ കൊണ്ട് ഓർഡർ ചെയ്തു. ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കോമഡി കാണിച്ചു തരാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചിത്രം കാണുന്നത്. നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിങ്കണ്ണ നോക്കൽ, അങ്ങനത്തെ ചട്ടിയല്ല, അങ്ങനത്തെ ഓരോ രൂപങ്ങളൊക്കെ വെക്കുക. ഇവിടെ ഒരു വീട്ടിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു സാധനം കണ്ടു കേട്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ? ഒരു കുരങ്ങൻ്റെ ഫോട്ടോ ഇങ്ങനെ എന്താ സജോടനെ പറയാ, കൊഞ്ഞനെ കൊത്തുന്ന പോലത്തെ ഒരു ഫോട്ടോ ആയിട്ട് വെച്ച് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ട് സാധനം ഒരു അങ്ങനെ വിഷ്ണു എനിക്ക് കാണിച്ചു ഞാൻ ജോലിക്ക് പോകുമ്പോൾ സംഭവം കൊള്ളാം. അങ്ങനെ ഹെൽമെറ്റ് നോക്കി നമുക്ക് ഹെൽമെറ്റിൻ്റെ കടയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റിയിട്ട് നേരെ പോകുന്നത് ആനക്കല്ല് പള്ളിയിലേക്കാണ് കേട്ടോ. പള്ളിയിൽ കത്തിക്കാനുള്ളൊരു 4 കൂടി മെഴുകുതിരി വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ആനക്കല്ല് പള്ളി. അതുകൊണ്ടാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നാളുകളായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ ഇതാണ്, ചെറിയൊരു പള്ളിയാണ്. ഇവിടുത്തെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് നടക്കാറുള്ളത്. ഞാൻ ഇന്ന് വരെ അതിന് പോയിട്ടില്ല. പള്ളിയിലെത്തിയിട്ട് ഫൈനലി എനിക്ക് ഭയങ്കര പോസിറ്റീവ് തോന്നുന്നൊരു പ്ലേസാണ്. ഞങ്ങൾ കോളേജ് പഠിക്കുന്ന ടൈം മുതൽ ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി ഞാൻ വന്നിട്ട്. പിന്നെ എന്തായാലും വന്നിട്ട് മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ കിടത്തി വെക്കാണ്ട് ചെയ്യാറുള്ളത്. അത് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ വരുമ്പോൾ നേരത്തെ തന്നെ വെക്കുമായിരുന്നു. പിന്നെ കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് കെട്ടുപോട്ടും. അപ്പോൾ അതിന് ശേഷമാണ് അങ്ങനെ കിടത്തി വെക്കുന്നത്. ഞങ്ങൾ കോളേജ് പഠിക്കുന്ന ടൈമിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ വരികയായിരുന്നു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞാനും അമ്മു, ദേവി, അഭയൊക്കെ. എന്നിട്ട് കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഓരോ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളെ മൈൻഡിന് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ. എനിക്കും അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മാതിരി കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സഞ്ജുവേട്ടൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ പുറത്തന്നെ നിന്നത്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് പുറത്തന്നെ നിൽക്കണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. പോവാം. ഞങ്ങളങ്ങനെ നേരെ ടോപ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹെൽമെറ്റ് നോക്കി വന്നിട്ട് ഒരു ഹെൽമെറ്റിൻ്റെ കട പോലും കണ്ടിട്ടില്ല. എന്തായാലും ഫുഡ് കഴിക്കാൻ പോട്ടെ. എന്താ സ്പെഷ്യൽ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. സഞ്ജുവേട്ടൻ വരുന്നത്. സഞ്ജുവേട്ടൻ ഫോട്ടോ എടുക്കാനാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ കൈയൊക്കെ കൈകിടെ വന്നിരുന്നു. നമ്മൾ ബ്രോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. സൗണ്ട് വളരെ കുറച്ചുണ്ട് സംസാരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ബ്രോസ്റ്റ് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അവർ 15 മിനിറ്റ് ടൈം എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. വെയിറ്റിംഗ് വിശന്നിട്ടാണെങ്കിൽ വലിയ സാധനം എത്രയും ചേട്ടാ 1:45 കഴിഞ്ഞിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു നേരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഹെൽമെറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാനൊരു പൊട്ട ഹെൽമെറ്റാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം. പോകുമ്പോൾ എന്തായാലും നോക്കണം. അപ്പോൾ ഫുഡ് വന്നിട്ട് കാണിക്കാം. നമ്മളുടെ ലൈം എത്തിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പെട്ട്. ഇപ്പോഴാണ് ഞാൻ കാര്യം ഓർത്ത്. ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ചായ കുടിക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. വിശപ്പ് ഇങ്ങനെ വന്നപ്പോഴാണ് ഓർത്തത്. എന്തായാലും വേഗം ലൈം കൊടുക്കാം. നമ്മുടെ ഫുഡ് എത്തി.
ലെഗ് പീസ് എനിക്കോ ഈ സാധനമൊക്കെ ഞാൻ എടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് വന്നില്ല. ഇത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലേ? അത് രണ്ടും കൂടി മിക്സ് ചെയ്തോട്ടെ. കഴിക്കാൻ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. സെറ്റിടാം. അപ്പൊ നമ്മള് ഇതൊന്ന് എഡിറ്റ് ചെയ്താന്നപ്പോ എങ്ങനെ പറയാ? നല്ല ചൂടുണ്ട് ഗൈസ്. ചൂടാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കയറിയതാണ്. ആക്ച്വലി ഞങ്ങൾ ഇതിന് മുന്നേ ഇന്നത്തെ പക്ഷേ ഫുഡാകെ പാട്ടിപ്പോയി. ശവായ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് വളരെ ഇഷ്ടപ്പെടും. ആക്ച്വലി അതിന് ശേഷം ഞങ്ങൾ ശവായ കഴിച്ചിട്ടുമില്ല. ഞാൻ സഞ്ചാരം പണ്ട് ഞാൻ റോസ്റ്റ് വയ്ക്കുമ്പോൾ ഈ സാധനം കഴിക്കേണ്ടതില്ല. അതൊക്കെ ഫുള്ള് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ചിക്കൻ മാത്രം കഴിക്കണമെന്നുള്ളൂ. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. നമുക്ക് ഓർമ്മല്ലേ നിങ്ങൾക്ക് മാറ്റി തരുന്നത്? ആ പക്ഷെ ഇപ്പം എനിക്കിഷ്ടമാണ്. ഇപ്പം ഇങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റ് എന്താ സംബന്ധിച്ച് അറിയില്ല. ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്യുന്നില്ല പുറത്ത്. ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോഴായിരിക്കും മിക്കവാറും പെയ്യുന്നത്. എന്താ ഞാൻ കഴിക്കില്ല. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് എടക്കര ട്രെൻഡ്സിലേക്കാണ്. എന്തായാലും എടക്കര വരെ എത്തിയപ്പോൾ ട്രെൻഡ്സിലൊന്ന് ജസ്റ്റ് കയറി നോക്കാൻ സഞ്ചോടം പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ട്രെൻഡ്സിലേക്ക് കയറി. അത്യാവശ്യം കളക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ടോപ്പായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ നെക്ക് ഭയങ്കര വൈഡാണ്. ഭയങ്കര ഇറങ്ങി കിടക്കുകയാണ്. എനിക്ക് അത്ര രസമായി തോന്നില്ല. ഉള്ളിൽ ഇന്നർ ഇടേണ്ടി വരും. അപ്പോൾ ഒരു മീഡിയം ലെവലാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇത് ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടീഷർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ ഏകദേശം ഒരു മോഡലായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ നേരെ ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സഞ്ജുവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു ടീഷർട്ട് നോക്കാനാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് എടുത്തതിൻ്റെ ഒരു കളർ ചേഞ്ച് കിട്ടുമോ അറിയാൻ വേണ്ടി വന്നതാണ്. അന്ന് ഞാൻ സഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ടീഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് കളറ്, ഒരു ജേഴ്സി മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല മെറ്റീരിയൽ ആയിരുന്നു. അതുപോലെ തന്നെ കറയൊക്കെ വന്നപ്പോഴും കഴുകിയപ്പോൾ പെട്ടെന്ന് പോയിന്ന് സഞ്ജുവേട്ടൻ പറഞ്ഞായിരുന്നു. വൈറ്റിൽ നോർമലി ഇങ്ങനെ കറയൊക്കെ പിടിച്ച് അങ്ങനെ പോകത്തില്ലല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽ നല്ലതാണ്. ബ്ലാക്ക് വേണമെന്ന് അന്വേഷിച്ച് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂവും ഒരു ആർമി ഗ്രീൻ ഉണ്ടായിരുന്നു. അത് അത്ര നന്നായിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കിട്ടാത്തതുകൊണ്ട് നേരെ താഴേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സഞ്ജുവേട്ടൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല, നിനക്ക് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ പോന്നിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുണ്ട്. അപ്പോൾ കുറേ കുർത്തീൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നോരോന്ന് തപ്പിത്തരാണ്. പിന്നെ നമ്മൾക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഒരെണ്ണം കിട്ടിയാലും അതിലേറെ നല്ലതുണ്ടോ അതിലേറെ ബെറ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ജീൻസിന് നല്ല പോലെ മാച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. ഫൈനലി ഞാനത് എടുക്കാനേ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഹെൽമെറ്റിൻ്റെ ഷോപ്പ് കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു. ഒരു 3-4 ഷോപ്പ് ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ദിവസം വാങ്ങിക്കാമെന്നുണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സൺഡേയിലെ ചെറിയൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.